എങ്ങനെ ജീവിക്കുമെന്ന ഐഡിയ ഇല്ലാത്തവര്, എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു തൊഴിൽ ചെയ്തിട്ട് ഗതി പിടിക്കണില്ല. എല്ലായിടത്തും കൊണ്ടുപോയി 10,000 രൂപ മുടക്കും, അത് നഷ്ടപ്പെടും, പിന്നെയും തിരിച്ചു വരും, കടം മേടിക്കും. എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഒരു വഴിയും ഗതിയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കേരളത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയ ആൾക്കാരുണ്ട്. ഒരു തൊഴിലും ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി, അടുത്തും കൈ നീട്ടാൻ പറ്റില്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല, ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല. കടക്കാർ, വളയുന്ന ആൾക്കാർ, അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, കൈയുയർത്തി സ്തുതിക്കട്ടെ. തൊഴിലിനു വേണ്ടി അലയുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട്, ഒത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുകയാണ്, പക്ഷേ ഇതുവരെക്കും വിസ വന്നിട്ടില്ല. സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുന്നവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല, അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകൾ, കേസിൽ കിടക്കുന്നവർ, കോടതി വിസ്താരത്തിലിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മാരക രോഗികള്, തീരാവേദിയുള്ളവര്, മാനസിക രോഗമുള്ള, ഡിപ്രഷനുള്ളവര്, കിടപ്പ് രോഗികള്, ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കണത്. അവർക്കിവിടെ വരാൻ പറ്റണില്ല. വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേനെ. അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട്. അവർ എഴുന്നേക്കണം ഈ ആഴ്ചയിൽ. നിങ്ങൾ മാതാവിനെ അവരെ സമർപ്പിക്കുക, പറയുക, അമ്മേ, പരിശുദ്ധ അമ്മേ, കിടപ്പ് രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരും മലമൂത്രങ്ങൾ പോകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗമുള്ളവര്, കിഡ്നി രോഗമുള്ളവര്, ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങളിൽ തൊട്ട് വിശ്വസ്ത പ്രമാണം ചെല്ലേണ്ട സമയമാണ്. കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശോ കാണിച്ചു തന്നായിരുന്നു സൗഖ്യപ്പെടുന്നതായിട്ട്. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം. മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ മുടിയില്ലാത്ത സംബന്ധിച്ച് അതൊരു വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഇല്ലാത്തവരാണെങ്കിലും അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നണുണ്ടെങ്കിൽ നിങ്ങൾ തലയൊക്കെ വെച്ച് മാതാവിനോട് പറ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ യാത്രയെ സമർപ്പിക്കുന്ന കർത്താവേ, വസ്തു ലേലത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിന്റെ തിരുമുറിവാർന്ന അത്ഭുതകരത്തെ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയപ്പെട്ടവർ, എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം, പക്ഷേ കഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ചെവി ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്.
അതിപ്പോൾ 13:9 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ഈ ചെവി കൊണ്ട്, ഈ കോളാമ്പി കൊണ്ട് വലിയ കഥയൊന്നും ഇല്ലെന്നാണ് പറയണത്. വചനം കേൾക്കാൻ ഈ സാധനം പോരാ. കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ്, വചനം ശ്രവിക്കാനുള്ള ആന്തരിക അഭിഷേകം. അതുകൊണ്ടാണ് വചനം ശ്രവിക്കാൻ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചാടുകയും കുതിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ, അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം, പുതിയ വഴികൾ. ഇപ്പോൾ ഈ ഉടമ്പടി, ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം? അവർ ഉടമ്പടി എടുത്ത് അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ. അല്ലെങ്കിൽ അവർ കിട്ടുമായിരിക്കും അല്ലേ? 18 കൊല്ലം കിട്ടാത്ത 28 കൊല്ലം കിട്ടാത്ത ഉടമ്പടിപ്പ് എവിടുന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവർ ചിന്തിക്കും. പക്ഷെ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. അവരെ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതെന്താണ്? അത് 32:8 നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, വീട്ടിൽ ചെന്നപ്പോഴും. മകളെ, നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ്, പക്ഷെ നീ അപേക്ഷ കൊടുത്താ, രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വെള്ള പേപ്പർ എഴുതി. അത് ആരും പറഞ്ഞില്ല, അവിടെ മനസ്സിൽ അമ്മ തോന്നിക്കണതാണ്. രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഒരു കാര്യമില്ല, ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെ. ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ, പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം തന്നെ പഞ്ചായത്തിൽ വെക്കണം, അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയണമെങ്കിൽ പറയാം. പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നാക്കും കെട്ടും കൈയും കെട്ടും. കൈ അഴിക്കുക മാത്രമല്ല, കൈ തിരിച്ച് കെട്ടുകയും ചെയ്യും. അത് ഈ വചനത്തിൻ്റെ ഒരു റിവേഴ്സാണ്. അതായത് പണിതുയർത്താനും ഇടിച്ച് തകർക്കാനും ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. തിരിച്ചു തിരിയും. അപ്പോൾ ഇവരുടെ കൈയും കാലും കെട്ടി 24 മണിക്കൂറിൽ ഈ മനുഷ്യനെ എഴുതി കൊടുക്കും പട്ടയം. കൈ ഇടിച്ച് കർത്താനും പരമദിവ്യകാരുണ്യത്തിന് എന്താ ഇങ്ങനെ ശ്രദ്ധിക്കണ വെച്ചാല്, അതായത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയത്തില്ല. ദൈവം CCTV ക്യാമറയാണെന്ന് പറയുകയല്ല, ഒരു 10ൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ്. കാര്യം ഈ ടീച്ചറില്ലേ, നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി ചാലക്കുടി നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക്. അവിടെ പ്രശ്നം എന്താ? അവിടെ പ്രശ്നം വെച്ചാൽ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവരുടെ ഏജ് ഓവറായി. ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, ഭക്ഷണം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ്? ഉടമ്പടി, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. അവർ ആലപ്പുഴയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ നീ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ദൈവ നിരീക്ഷണത്തിലാവും.
അത് നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന്, നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത്. കാര്യം 39-ാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. എന്താ പറയണത്? നീ നടക്കുന്ന ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 139 വായിച്ചോളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം. 139-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ കർത്താവേ, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഉറപ്പായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത്. ദൈവം നിന്നെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഇൻസ്പെക്ഷനാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ജപ്തി നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു. നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് കർത്താവിന് അറിയാം. നിൻ്റെ ഷോപ്പിൽ കച്ചവടമില്ല, കർത്താവിനറിയാം. നിൻ്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല, കർത്താവിനറിയാം. നിൻ്റെ മൂവ്മെൻറ്റ്സുകളെ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ? നമ്മൾ ഈ വചനം ഇപ്പം നിങ്ങളുടെ A to Z എല്ലാ വിഷയവും അതായത് നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ ദൃശ്യം നിസ്സാരമെന്നോ സീരിയസ് ഒന്നോ ഇല്ല. എല്ലാത്തിനും അതിൻ്റെ ഒരേ റേഞ്ചാണ്. ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു, ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ട്. കാരണം ഞാനെന്തുകൊണ്ട് നിങ്ങൾ ജപ്തി നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത്, പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത്? എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല, അച്ഛാ ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവതിരുസന്നിധിയിലുണ്ട്. ചില സമയത്ത് ഞാൻ തിരിച്ചതിനും പറയും, ഇത് പോകും കേട്ടാ, പക്ഷേ നീ വെയിറ്റ് ചെയ്യണം. നിന്നെ കുഞ്ഞുങ്ങളെയും ഇതിനേക്കാൾ നല്ല ഭവനത്തിൽ കർത്താവ് പൊറുപ്പിക്കും. അത് മാതാവ് സാക്ഷി എന്ന് പറയും. അതെന്താ കാര്യം? അത് നമുക്കവിടെ അമ്മയുടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട്. ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട്, പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ള ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനിത് പറയണത് അത്യാഘാതത്തോടെ പറയണത്, പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ബോഡി പോലെ കേൾക്കണത്. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം, മിനിമം വിശ്വാസം വേണം, ഇതിനൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്ക് വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. വിശ്വസ്തതയെന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാരണം ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷെ നമ്മളും വിശ്വസ്തരാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം. എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണം, ദൈവവാക്യം പോലെ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചിലപ്പോൾ കള്ളസാക്ഷികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറുപക്ഷം ചേർന്ന് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല. എന്താ കാര്യം? എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും. അതാണ്. അല്ലാത്തൊരു വക്കീൽ കാര്യം മാറുമോ, അതിന് അയാൾക്ക് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ ഉണ്ട്, അത് കാരണം അവർ പൈസ എറിയും, അത് ആരെയും കയറി വലവീശി പിടിക്കും.
അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൊഫഷൻ, എത്തിക്സിനേക്കാൾ ഉപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരെന്ത് കോംപ്രമൈസിനും, ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും. എല്ലാ വക്കീൽമാരും അല്ല, ചില വക്കീൽമാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വക്കീൽമാരുടെ ഉണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്. ചില വക്കീൽമാർ കാര്യം ഞാൻ ഈ കോടതിയും കേസൊക്കെ കുറേ നടക്കണമാണ്, ഇപ്പോഴും ഉണ്ട് കോടതി കേസൊക്കെ. ആർക്കും വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ പോയി എന്തെങ്കിലും കയ്യാങ്ങൾ കാണിച്ചിട്ടല്ല, ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ്, അവകാശ പോരാട്ടം. അത് വേറൊരു വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞു വരണ ഇതാണ് മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ്. 2 ജൂണിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. അച്ഛൻ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ വളരെ സന്തോഷമായി, അവന് ഒരു തടസ്സവുമില്ല എന്നാണ് അവൻ അവിടുന്ന് ഗൾഫിൽ നിന്ന് വിളിച്ച് പറയണേ. അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് അമ്മ ഇത്. അമ്മ എത്രയും വേഗം ഈ സംഭവം അമ്മ മാറ്റിക്കളഞ്ഞ്. ഡോക്ടർമാർ അവന് ട്യൂബ് ഇടാനായിട്ട് നാണമായിട്ട് അവന് ഇടാറില്ല. ഞാൻ ഇവിടുന്ന് ട്യൂബ് മേടിച്ച് ഗൾഫിലേക്ക്, അബുദാബിയിലേക്ക് അയച്ചു കൊടുത്ത് എൻ്റെ മോന് ബുദ്ധിമുട്ടുണ്ടായിട്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ഇത് മോൻ്റെ നിയോഗം വെച്ച് 3-ാം മാസത്തിനുള്ളിൽ അവൻ പറഞ്ഞ്, 2-ാം മാസത്തിൽ അവൻ പറഞ്ഞു, അച്ഛൻ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ട്യൂബ് ഇടേണ്ട കാര്യമില്ല, എനിക്ക് മൂത്രം സുഖമായിട്ട് പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല അച്ഛാന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു. കൂടാതെ 2ാമത്തെ നിയോഗം എന്ന് പറഞ്ഞത്, എനിക്ക് ഭവനം, ഒരു ചെറിയ ഭവനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, വഴിയില്ല, ഒരു പാടത്തിൻ്റെ നടക്കായിരുന്നു. അവിടെ എനിക്ക് 2018 വെള്ളം വന്ന്, ആ വെള്ളം വാർക്കയുടെ മുകളിൽ അരക്ക് മേളിൽ വെള്ളമായിരുന്നു. എൻ്റെ വാർക്കയുടെ മുകളിൽ 3-5 ദിവസം വെള്ളത്തിൽ ആ പെര കിടന്ന്, പെരയുടെ നടുവ് പൊട്ടി ചോർന്ന് വലിച്ച് കിടന്നിരുന്നപ്പോൾ ഇപ്പോൾ ഈ 21 എനിക്ക് ലൈഫ് പദ്ധതിയിൽ എന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പെര പാസ്സായി. 3 മാസം കഴിഞ്ഞപ്പോൾ വിയോ എന്ന് പറഞ്ഞ് തൻ്റെ ലോൺ പാസ്സായി, തറ കെട്ടിക്കോ, തനിക്ക് കാശ് കയ്യിലുണ്ടെങ്കിൽ തറ കെട്ടിക്കോ, കാശ് ഞങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കടവും വായ്പൊക്കെ മേടിച്ച് തമിഴന്മാരെ ഇന്ന് പലിശയ്ക്കൊക്കെ എടുത്ത് തറ കെട്ടി. 2ാമത് പിന്നെയും പെൻഡിങ്ങിലായി, എനിക്ക് പൈസ വന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മേ എൻ്റെ ഭവനം പണിയാൻ പറ്റുന്നില്ല അമ്മ അവിടുന്ന് എന്നെ സഹായിക്കണം അമ്മേ, ഞാൻ കുറേ നാളുകളായിട്ട് ഒരു ഭവനം സ്വപ്നം കാണണം അമ്മേ. നല്ല രീതിയിൽ എപ്പോൾ മലവെള്ളം വന്നാലും എൻ്റെ ഭവനത്തിൽ കയറി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അമ്മയോട് ഈ നിയോഗം വെച്ചതിൽ എനിക്ക് ഇന്ന് സുന്ദരമായിട്ടുള്ള പെര പരിശുദ്ധമായ മാതാവ് എനിക്ക് തന്നു. അമ്മേ നന്ദി, അമ്മേ സ്വത്രം, അമ്മേ തരില്ല എന്ന് പറഞ്ഞ ലോൺ മുതൽ എൻ്റെ ഭവനത്തിന് എനിക്ക് ലോൺ കാശി ബാങ്കിൽ തന്ന് 4 ലക്ഷം രൂപ എനിക്ക് തരൂല എന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കി, വഴിയില്ല, 4 സെൻറ്റ് ഉള്ളൂ, തരൂല എന്ന് പറഞ്ഞ് പോയിട്ട് 2ാമത് എന്നെ വിളിപ്പിച്ച് ആ ലോൺ എനിക്ക് തന്ന്, ആ ലോൺ കൂടാതെ പിന്നെ എനിക്ക് 2 ലക്ഷം രൂപ തന്ന് എൻ്റെ ടൈൽ മോരിടാനുള്ള സന്ദർഭം അമ്മ തന്നു. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, എല്ലാ മക്കൾക്കും ഇതുപോലെ അനുഗ്രഹം കൊടുക്കണമേ പരിശുദ്ധ മാതാവേ ദൈവമാതാവേ. 3ാമത്തെ ഇത് എൻ്റെ ചേച്ചിയുടെ മകന് ഒരു പണിസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അസുഖമാണ്. അവന് പ്രഷർ കൂടി ബ്ലോക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അവനങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി, പറയാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ആയി. ഒരു സൈഡ് ഇങ്ങനെ ഇതായി പോയി, കൂടിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ LFE കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് ICU കയറ്റണം. ICU കയറ്റി അതിന് 2 ദിവസം ICU അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ്. ഇവിടെ നിന്ന് ഉടമ്പടിയിൽ അവൻ്റെ നിയോഗം ഉടമ്പടിയിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവൻ്റെ മേലിലും ശരീരത്തിലും ഉപ്പിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കൊടുത്ത്
2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയണ ആളെ കൊണ്ടുപോക്കും, എല്ലാം നോർമലായി, ഒരു കുഴപ്പമില്ലാണ്ട് ഇന്ന് അവൻ സ്വന്തമായിട്ട് അവൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പണികളെടുത്ത് നടക്കണം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. പരിശുദ്ധ അമ്മ മാതാവിനെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ ആൻ്റണി, വീട് വൈറ്റില. എൻ്റെ പേര് ഷീബ ആൻ്റണി, വീട് വൈറ്റില. ഞാൻ 2022 എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഉച്ച സമയത്തൊക്കെ ഏത് സമയം വീട്ടിൽ വരും. എപ്പോഴും ഇത് തന്നെ. ഞാൻ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം. എത്ര നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വെച്ചോണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും വല്ല ക്യാൻസറാണ്, എന്തെങ്കിലും ആകുമല്ല എന്ന് വിചാരിച്ച് എനിക്ക് പേടി. ഞാനോർത്ത് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ. കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ 2 മക്കളാണ്. അപ്പോൾ വേറെ ആരുമില്ല, ഹസ്ബൻഡും ഉണ്ട്, ആരും നോക്കാനില്ലാത്ത ഒരു സംഭവം കൊണ്ട് ഞാൻ സ്കാൻ ചെയ്തില്ല. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ബ്ലീഡിങ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ടും. അപ്പം പറഞ്ഞ അച്ഛൻ പറഞ്ഞ് ഒരു തൈലം തന്നിട്ട് എന്നോട് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് നീ ഗർഭപാത്രത്തിൽ പെരട്ടിയിട്ട് വാന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി. അതിനുശേഷം ഞാൻ ആദ്യം സ്കാൻ ചെയ്ത് ശേഷം 19 mm കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതായത് എൻഡോമെട്രിയം, അതായത് അത് ക്യാൻസർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയത്. അതിനുശേഷം ഞാൻ അച്ഛനെ എപ്പോഴും ഇടയ്ക്കൊക്കെ വന്ന് അച്ഛനെ കാണാറുണ്ട്. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് 6 മാസം വരെയും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസം സ്കാൻ ചെയ്തതിന് ശേഷം 19 mm എന്ന കട്ടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 3 mm കട്ടിയായിട്ട് മാറിയത്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മോൾ MBBS ചൈനയിൽ പഠിക്കുകയാണ്. 2019 ചൈനയിൽ പോയത്. 6 മാസമേ അവിടെ റിന്യൂവ് ചെയ്ത് പഠിക്കാൻ പറ്റിയുള്ളൂ. കൊറോണ വന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോന്നു. പക്ഷേ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ആധാരം ഒരുപാട് പ്രശ്നങ്ങളിൽ വിട്ടാണ് മോളെ MBBS അയച്ചത്. അവിടെ ഒരു ആഗ്രഹമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാണ്. പക്ഷെ കൊറോണ വന്ന് എല്ലാം തകർത്ത് ആകെ പ്രശ്നമായിരുന്നു. മോൾക്ക് മാനസികമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല. റിലേറ്റീവ്സ് ചോദിക്കണ് എന്താ നീ പഠിക്കാൻ പോണില്ലേ, പഠിത്തങ്ങളെല്ലാം നിർത്തിയാ, ഇനി വേറെ വല്ല എന്തെങ്കിലും വേറെ ജോലിക്ക് പോ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീങ്ങിയായിരുന്നു. ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്ന് മോളും വന്ന് 90 ദിവസം ഉടമ്പടി എടുത്ത് NOC കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത്. പക്ഷേ കഴിഞ്ഞ മാസം 3-ാം തീയതി NOC വന്ന് 22-ാം തീയതി NOC കോളേജിൽ നിന്ന് വന്നു. 3-ാം തീയതി അവൾ തിരിച്ചു പോയി. ഇപ്പോൾ ക്ലാസ് തുടങ്ങി. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മീനു. ഞാൻ എടത്വായിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2019 ഒക്ടോബറിൽ 6 ഉടമ്പടികൾ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഉടമ്പടി എടുത്തിരുന്നു. അതിലെൻ്റെ 1ാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ ഫിസിയോതെറാപ്പിയാണ് പഠിക്കുന്നത്. ഞാൻ ഡിഗ്രിയിൽ ഒരു പേപ്പർ എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്കത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 3 to 4 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. എനിക്കത് കിട്ടിയില്ല. ഭയങ്കര വിഷമമായിട്ട് അവസാനം ആ കോഴ്സ് ക്വിറ്റ് ചെയ്യണമെന്ന് വരെ ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നൊരു സമയമുണ്ടായി. അപ്പോൾ മമ്മി പറഞ്ഞു ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാം, അത് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് പോയി ആദ്യം എഴുതിയ സെപ്റ്റംബറിലെ എക്സാമിൽ തന്നെ എനിക്ക് ആ പേപ്പർ ക്ലിയർ ആകുകയും ചെയ്തായിരുന്നു. അതാണ് എനിക്ക് ആദ്യം മാതാവിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് ഉടമ്പടിയുടെ ഫലമായിട്ടുള്ളത്. 2ാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ എക്സാം എല്ലാം ക്ലിയർ ചെയ്ത എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കോളേജ് സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വേക്കൻസി മാത്രമാണ് ലേഡീസിന് ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. 9 പേരും തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷനായി ആ സമയത്ത്. പിന്നെ പരസ്പരം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അവസാനം HR-ൽ നിന്ന് എനിക്ക് കോൾ വരികയും ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തായിരുന്നു. 3ാമത്തേതെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്.
ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് എട്ടാം മാസം തൊട്ട് 9-ാം മാസം വരെ ജോലി ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കൂർന്ന് വരുന്ന പോലെ തോന്നുകയും ചേച്ചിക്ക് ഭയങ്കര ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പമില്ലാണ്ട് നാട്ടിൽ വന്ന് പ്രസവം കഴിയുകയും ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ചേച്ചി പ്രസവിക്കുകയും ചെയ്തു. 4മത്തെന്ന് പറയുന്നത് ചേട്ടനും ചേച്ചിയും കുഞ്ഞും 3 പേരും 3 സ്ഥലത്തായിരുന്നു. കുഞ്ഞ് നാട്ടിലും ചേട്ടൻ ഡൽഹിയിലും ചേച്ചി സൗദിയിലും ആയിരുന്നു. ആ സമയത്ത് അവർക്ക് അവരുടെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ചേച്ചി കുറേ പ്രാവശ്യം എക്സാം എഴുതി. ആ സമയത്ത് OET എക്സാം ക്ലിയർ ആയില്ലായിരുന്നു. 4മത്തെ പ്രാവശ്യം ചേച്ചി OET എക്സാം എഴുതുകയും ക്ലിയർ ആകുകയും അവർ 3 പേര് അയർലൻഡിൽ ഇപ്പോൾ സെറ്റിലാകുകയും ചെയ്തു. 5മത്തത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം പപ്പയുടെ പേരൻസിന് വേണ്ടിയിട്ട് രോഗാവസ്ഥ വന്ന സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ആ സ്ഥലം വിറ്റായിരുന്നു. ആ സ്ഥലം മേടിച്ച ആൾക്കാർ കൈമാറി വിറ്റുപോയി. അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടായി. വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവിടേക്ക് വേസ്റ്റ് ഇടുകയും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും യാതൊരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് അവിടുത്തെ പണികളെല്ലാം നടക്കുകയും ചെയ്തു. ഇതാണ് മാതാവിൽ നിന്ന് എനിക്ക് കിട്ടിയ